ശരിക്കും പറഞ്ഞാൽ ഫീമെയിലിന്റെ ആണ് ഏറ്റവും ഈ സിനിമ. അതിന്റെ പേര് തന്നെ, ടൈറ്റിലും അത് തന്നെയാണ്. അത് ഒരു മീരയെ സംബന്ധിച്ചുള്ള ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചതാണ്. മീര വീണ്ടും ഒരു തിരിച്ചു ഒരു പ്രഷർ, നിങ്ങൾ രണ്ടുപേരുടെ ഒരു കാത്തിരിപ്പ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാന്നുള്ള കാത്തിരിപ്പ് പ്രഷർക്ക് വലിയ ആകാംക്ഷയാണ്. ഇത്തരം ഒരു ടൈറ്റിൽ സബ്ജക്റ്റ് കേട്ട് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുമ്പം പെട്ടെന്നൊരു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? നമ്മളിലൂടെയാണ് കഥ പോകുന്നത്, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായില്ലേ? അത് വളരെ ബിക്കോസ് ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കില്ല. ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോഴേ ടെൻഷനാകും. പക്ഷെ അത് അങ്ങനെയല്ല. ഐ ലൈക്ക് ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ നൈസ് ഒരു പാക്കേജ്, ഒരു നല്ലൊരു എന്റർടൈനിങ് മൂവി. ഇതൊരു ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് ഇതിനെ കാണുന്നത്. പക്ഷെ ത്രൂ ഔട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ എലിസബത്ത് ആണ് ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര്, ക്വീൻ എലിസബത്ത്. ദൈവമേ, ഇതെങ്ങനെയാന്നുള്ള ഒരു ടെൻഷൻ വരും. പക്ഷെ പപ്പേട്ടനിലേക്കാണ് എത്തുന്നത്, ഡയറക്ടർ പപ്പേട്ടൻ. ഓഫ് കോഴ്സ് ക്യാപ്റ്റന് നല്ലൊരു വ്യക്തി, അതായത് റൈറ്റ് പേഴ്സണാ. അപ്പൊ പിന്നെ അത് നമ്മുടെ കുറെ പ്രഷർ അങ്ങ് പോയി. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു ഈസ്. അത് തീർച്ചയാണ്. നമുക്ക് കുറെ നമ്മുടെ ഭാരം പകുതി അങ്ങോട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് ഉറപ്പാണ് പപ്പേട്ടൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പപ്പേട്ടൻ വാങ്ങിക്കോളൂ എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഡെഫിനറ്റ്ലി. ഞാനിത് എപ്പോഴും ഇല്ല, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാ. ഡയറക്ടർ പറയുന്ന പോലെ കേൾക്കാൻ എനിക്കിഷ്ടം. അപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല, അത് ഞാൻ പറയാം. ഇതിനെ വെന്യൂ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എങ്ങനെയാ സാറോ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ പറഞ്ഞു പോവാം. നമ്മളിങ്ങനെ പറഞ്ഞു പോകും. എന്തൊരു ചോദ്യം പറയാൻ തയ്യാറായിട്ട് മീരിയിരിക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞതിന്റെ മേലെ ഒരു സാധനം തിരിച്ച് അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ ഇല്ല. മീര പറയാൻ പോയത് എന്തായിരുന്നു? ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറിന് കൊടുക്കും അതിന്റെ ഒരു ഇത്. അവർക്ക് എന്താ വേണ്ടെന്നുള്ളതാണ്. ബിക്കോസ് അവരാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പടത്തിലും ഞാൻ പോയി ചെയ്യുന്ന പോലെ അല്ലാതെ അവർക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ, അവരുടെ മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെ വരണം, ഈ ക്യാരക്ടർ എങ്ങനെ വരണം, അവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും, ഇങ്ങനെയാണോ വേണ്ടെങ്കിൽ. പത്മകുമാർ സാറ് എൻ്റെ അടുത്ത് ഓരോ ഷോട്ടിലും വന്നിട്ട് മീര ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറയായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കും, ഓക്കെ ആർ യു ഹാപ്പി എന്ന് ഞാൻ ചോദിക്കും. ബിക്കോസ് അദ്ദേഹത്തിന്റെ ആ ഒരു തൃപ്തി വേണം. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളി പറയുന്നതും ചെയ്യിപ്പിക്കുന്നതും ഇത് റൈറ്റ് ഡയറക്ഷനിലോട്ടാ പോകുന്നതെന്ന് എനിക്കും ആ ട്രസ്റ്റ് തോന്നി. അപ്പൊ എന്താ കംപ്ലീറ്റ്ലി ഞാനത് അങ്ങോട്ട് കൊടുത്തു. അതെ, അങ്ങനെയാ സംഭവിച്ചേക്കുന്നത്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.